ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അവക്കാഡോ അച്ചാർ ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്കിത് പോയി കഴുകിയെടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഞാൻ ഒരെണ്ണമേ എടുത്തുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മുറിച്ച് കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം. കടുമാങ്ങ അരിയത്തില്ലേ നമ്മൾ എന്ന് പറയുന്ന പോലെ ഒന്ന് അരിഞ്ഞിട്ട് വരാവേ. കണ്ടോ, ഞാൻ നല്ല കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇത്രയും ഇച്ചിരി വീതമേ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇട്ടിട്ട് നമുക്കിതിനെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും പിടിക്കത്തക്ക വിധത്തിലൊന്ന് മിക്സ് ചെയ്തിടും. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതിനാവശ്യമായിട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ഇത് ഒരു അവക്കാഡോയല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ വേണ്ട ഇത്രയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നല്ലവണ്ണം പോയി വൃത്തിക്ക് കഴുകി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വരാം. കണ്ടോ, ഞാൻ നല്ല കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇത്രയും ഇച്ചിരി വീതമേ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇട്ടിട്ട് നമുക്കിതിനെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും പിടിക്കത്തക്ക വിധത്തിലൊന്ന് മിക്സ് ചെയ്തിടും. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതിനാവശ്യമായിട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ഇത് ഒരു അവക്കാഡോയല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ വേണ്ട ഇത്രയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നല്ലവണ്ണം പോയി വൃത്തിക്ക് കഴുകി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും എടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ഉള്ളതുകൊണ്ട് ഇത് അരിഞ്ഞെടുത്തേക്കുമായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ നമുക്കാണെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെ എടുക്കാവേ. ഇതിൻ്റെ അകത്താണെങ്കിൽ ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഒരു 1/2 സ്പൂൺ കായം, ഒരു നുള്ളു ഉലുവാപ്പൊടി, പിന്നെ ഇതൊരു 2-2.5 സ്പൂണ് വിനാഗിരിയുമാണ്. ഇനി നമ്മൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. 2 സ്പൂണ് 2-2.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും ഒരു 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കൊരു 5-6 ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴച്ച് വന്നിട്ട് ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാവേ. പൊടികളെല്ലാം ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നോളം വരെ ഒന്ന് വഴറ്റണം. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു സ്വല്പം തിളച്ച വെള്ളമാണ്
സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്ത് നമ്മൾ അതിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പരത്തി വെച്ച അവക്കാടയും കൂടി വെച്ച് ഇളക്കി വെക്കാവേ. ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഇത് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന വിനാഗിരിയും കൂടെ അതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവക്കാഡോ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. താങ്ക് യു.